നമസ്കാരം. ഇന്നേ ഞങ്ങൾ ഒന്നിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് 27 വർഷം തികയുക. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് തിരുവോണമാണ്. എല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണ ദിന ആശംസകൾ. അപ്പം തിരിഞ്ഞു നോക്കുമ്പോഴേ വലിയ സംഭവമൊന്നുമല്ല. എരിവും പുളിയും മധുരവും കയ്പും എല്ലാം കൂടിയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇതുവരെ ഞങ്ങൾ നയിച്ചത്. എന്നാലും ഓവറോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് പ്ലസ് തന്നെയാണ് കേട്ടോ. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഞങ്ങൾ ഒന്നിച്ചിപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് വർത്തമാനം പറയുന്നത്. അപ്പം ഞങ്ങൾക്കുള്ളത് 2 ആൺകുട്ടികളാണ്. അവന്മാർ മുതിർന്നു. അവരുടെ ജോലിയൊക്കെ ആയിട്ട് അവർ അവരുടേതായ സ്ഥലങ്ങളിൽ താമസിക്കുക. അപ്പോൾ ഇപ്പം ഞങ്ങൾ 2 പേരും ഉള്ളു വീട്ടിൽ. പക്ഷേ അല്ല, 2 പേരും എന്ന് പറയാൻ പറ്റത്തില്ല. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പിള്ളേർ ഞങ്ങൾക്കുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി കണക്കിൻ്റെ ഒരു ടീച്ചറാണ്. അപ്പം പിള്ളേർക്ക് +2 വരെയുള്ള പിള്ളേർക്ക് കണക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാക്കോമാഷില്ലേ, ചാക്കോമാഷിന് പെങ്ങളായിട്ട് വരും. അത്യാവശ്യം തലയിൽ ആൾ താമസമുള്ള പിള്ളേരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കും, നല്ല സെറ്റാവും. അതുകൊണ്ട് തന്നെ കുറേ അധികം പിള്ളേർ രാവിലെയും വൈകിട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് പിള്ളേരില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എന്തായാലും തോന്നുന്നില്ല കേട്ടോ. അപ്പം പുള്ളിക്കാരത്തി പഠിപ്പിച്ചു വിട്ട ഒരുപാട് കുട്ടികളെ ഈ വീഡിയോ കാണുമായിരിക്കും. വിദേശങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പം ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്നൊന്ന് താഴെ വന്നൊന്ന് പറയണേ. അപ്പം ഞങ്ങളുടെ ഒരു കുടുംബ ഫോട്ടോ ഞാനിപ്പം ചേർക്കാവേ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിനകത്ത് ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഒരു 6-7 വർഷം മുന്നേ ഭയങ്കരമായിട്ട് വൈറലായൊരു ഫോട്ടോയാണ്. ഞാൻ കുട്ടികളെ എടുത്തുകൊണ്ട് നിൽക്കുന്നു, ശേഷം അവന്മാർ എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഫോട്ടോ. അപ്പം അത് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. അപ്പോൾ അതിനടിയിൽ ഒരുപാട് കമൻസ് വന്നായിരുന്നു. കമൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കണ്ണ് പറഞ്ഞു പോകുന്ന കൂട്ട് കമൻസ് ആയിരുന്നു. അപ്പം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നിങ്ങൾ ആ താഴെ വന്ന് പറഞ്ഞ ആ കമൻസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏകദേശം പ്രായോഗികമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് കേട്ടോ. ഇത്രയും കാലമായിട്ടും നാളെ മുന്നോട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അത് എന്തും ആയിക്കോട്ടെ, അത് കാലം തീരുമാനിക്കട്ടെ. പക്ഷേ ഇതുവരെ ഓക്കെയാണ്. അപ്പം ഞങ്ങളുടെ ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കാലം അനുവദിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ഈ യാത്ര തുടരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ട്. അപ്പം എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.